അൽ ജസീറയ്ക്ക് പാകിസ്ഥാനിൽ നിരോധനം. അൽ ജസീറയുടേത് മഞ്ഞ വാർത്തകളെന്ന് പാക് ഭരണകൂടം. അൽ ജസീറയുടെ വെബ്സൈറ്റും പാകിസ്ഥാനിൽ ബ്ലോക്ക് ചെയ്തു. പാക് അധീന ജമ്മു കശ്മീരിലെ പാക് സൈന്യത്തിന്റെ അതിക്രമങ്ങൾ വാർത്തയാക്കിയതിനാണ് നടപടി. വിവരങ്ങൾ ഡൽഹിയിൽ നിന്നും ആദർശ് TS നൽകും. ആദർശ്, നമുക്കറിയാം ഈ ഒരു പാകിസ്ഥാനിലെ ഭരണകൂടം പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടത്തിയ നരകയാതന അല്ലെങ്കിൽ ഒരു നരനായാട്ട് തന്നെയാണ്. 14 വയസ്സുള്ള ഒരു കുട്ടിയടക്കം ഇന്നലെ കൊല്ലപ്പെട്ടിരുന്നു എന്ന വാർത്ത വരുന്നു. 100-ലധികം പേർ, നിരപരാധികളായ 100-ലധികം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. ഇതിന് പിന്നാലെ അതൊക്കെ വാർത്തയാക്കിയതിന് ഇപ്പോൾ അൽ ജസീറയ്ക്ക് പാക് ഭരണകൂടം ഒരു നിരോധനം ഏർപ്പെടുത്തിയെന്ന വാർത്തയാണ് വരുന്നത്. എന്താണ് വിശദാംശങ്ങൾ ആദർശ്? അമൽ, പാക് ഭരണകൂടം അൽ ജസീറ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പാക് സൈന്യത്തിൻ്റെ അതിക്രമങ്ങൾ വാർത്തയാക്കിയതിന് പിന്നാലെയാണ് അൽ ജസീറയ്ക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അൽ ജസീറയുടെ വെബ്സൈറ്റ് പാകിസ്ഥാനിൽ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഈ അൽ ജസീറയുടെ മാധ്യമപ്രവർത്തകൻ പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ മുസഫറാബാദിൽ എത്തുകയും അവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ വാർത്തകളാണ് പാക് ഭരണകൂടത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. പാക് ഭരണകൂടം നേരത്തെ തന്നെ ചില നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്ക് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ പ്രക്ഷോഭം റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരുന്നു. അൽ ജസീറ മാധ്യമപ്രവർത്തകന്റെ ഭാഗത്തു നിന്നും അവിടുത്തെ ഈ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ പാക് സൈന്യം നടത്തുന്ന അതിക്രമങ്ങൾ, ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് അൽ ജസീറയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. BBC ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണങ്ങളും പാക് ഭരണകൂടം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശിക മാധ്യമങ്ങൾക്കും സെൻസർഷിപ്പ് അടക്കമുള്ള നിയന്ത്രണങ്ങൾ പാക് ഭരണകൂടം ഏർപ്പെടുത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ പാക് സൈന്യം നടത്തുന്ന ക്രൂരതകൾ തുറന്നു കാട്ടിയ അൽ ജസീറയെ മഞ്ഞ മാധ്യമ പ്രവർത്തനം എന്നാണ് പാക് ഭരണകൂടം വിശേഷിപ്പിക്കുന്നത്. ഒപ്പം തന്നെ പക്ഷം പിടിച്ച വാർത്തകളും മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകളുമാണ് അൽ ജസീറ വാർത്താ രൂപത്തിൽ നൽകുന്നത് എന്നുള്ള ആരോപണവും പാക് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നിട്ടുണ്ട്. ഖത്തർ ആസ്ഥാനമായ അൽ ജസീറ നേരത്തെ പാക് അനുകൂല നിലപാടുകൾ പലപ്പോഴും പ്രകടിപ്പിച്ചിരുന്നു. അങ്ങനെയുള്ള അൽ ജസീറയ്ക്കാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതും പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ സത്യസന്ധമായി വാർത്ത നൽകിയതിൻ്റെ പേരിലാണ് അവർക്കെതിരെ ഈ ഒരു നടപടി പാക് ഭരണകൂടം സ്വീകരിച്ചിരിക്കുന്നത്. ഇത് പാക് ഭരണകൂടം ഭീരുക്കളാണ് എന്ന് തെളിയിക്കുന്ന സംഭവമാണെന്നാണ് ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. അവരാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ നടക്കുന്ന ജനകീയ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന സംഘടന. മുസഫറാബാദിലടക്കം ഈ ജനങ്ങൾ ഇപ്പോഴും പാക് ഭരണകൂടത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് നടത്തുന്നത്. 100ഓളം പേർ ഇതുവരെ ഈ പ്രതിഷേധത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഔദ്യോഗികമായി പാക് ഭരണകൂടം പുറത്തുവിടുന്ന കണക്കുകൾ അനുസരിച്ച് 80ഓളം പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും പാക് ഭരണകൂടം പാക് സൈന്യത്തെ ഉപയോഗിച്ച് പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ ജനങ്ങളുടെ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്നതിനുള്ള കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത്. മാത്രമല്ല, ഈ അതിക്രമങ്ങൾ പുറം ലോകം അറിയാതിരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ അടക്കം നിരോധിക്കുന്ന ഒരു നടപടിയിലേക്കും പാക് ഭരണകൂടം നീങ്ങുകയാണ്. അമൽ, വ്യക്തമാണ്. POJKയിലെ പാക് ഭരണകൂടത്തിന്റെ ആ ഒരു അതിക്രമം വാർത്തയാക്കിയതിനാണ് അൽ ജസീറയ്ക്ക് ഇപ്പോൾ പാക് ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ആദർശ് TS ആണ് വാർത്തകൾ പങ്കുവച്ചത്.